ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന്, വലിയ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു പുതിയ ദിവസമാണ്, ഒക്ടോബർ മാസത്തിലെ മറ്റൊരു അനുഗ്രഹം നിറഞ്ഞ ദിവസം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഒത്തിരിയധികം പ്രാർത്ഥിക്കുന്ന ഈ ഒരു മാസം, പരിശുദ്ധ അമ്മയോട് നമ്മൾ ഒത്തിരി മധ്യസ്ഥം തേടുന്ന ഈ മാസം, ജപമാല ഒത്തിരിയധികം നമ്മൾ ചൊല്ലി സ്വർഗത്തിന് മഹത്വം നൽകുന്ന ഒരു മാസം. ഈ ഒരു മാസത്തിലെ നല്ലൊരു ദിവസമാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ജപമണികളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ മുഖം തേടിയുള്ള വലിയൊരു യാത്ര, നമ്മുടെ ഈ വലിയൊരു ശുശ്രൂഷ ഈശോ തന്നെ നയിക്കുന്നതിനെ ഓർത്ത്, പരിശുദ്ധ അമ്മ അതിനെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന ഈ സമയത്ത്, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലങ്ങളിലെല്ലാം ഈശോയുടെ വലിയ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം, വലിയൊരു സംരക്ഷണവും ഉണ്ടെന്ന് ഉറച്ച് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വൃത്തിയായിട്ട് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹം നമ്മിലേക്ക് നിറയട്ടെ. ആ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം, അവിടുത്തെ പുത്രനായ ഈശോയുടെ തിരുരക്ത കോട്ടയിൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കാൻ, അവിടുത്തെ വലിയ സ്നേഹമായ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയുടെ അഗ്നിക്കോട്ടയ്ക്കുള്ളിൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കാൻ, അവിടുത്തെ ഇഷ്ടദാസിയായ പ്രിയ മണവാട്ടിയായ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ നമ്മളെ പൊതിഞ്ഞു പിടിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മ മാതാവേ, ഈശോ തന്ന ഒരു നല്ല ദിവസത്ത് അമ്മയുടെ കരം ഞങ്ങൾ ഒരിക്കൽ കൂടി പിടിക്കുകയാണ്. ജപമാല പിടിക്കുന്നവരെല്ലാം അമ്മയുടെ കരത്തേലാണ് പിടിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആ കരം പിടിച്ചവരാരും ഭഗ്നാശരാവേണ്ടി വന്നിട്ടില്ല, നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല, ലജ്ജിക്കേണ്ടി വന്നിട്ടില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അമ്മേ, ഞങ്ങൾ ഓരോ ജപമാല കരങ്ങളെടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗം മഹത്വപ്പെടുകയാണല്ലോ. എന്നീ ദിവസം ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളുടെ എല്ലാ പ്രാർത്ഥനകൾ അവരെഴുതി വിളിച്ചു ഒക്കെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അമ്മ അതെടുത്ത് സ്വർഗത്തിലേക്ക് കൊടുക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഈ ശുശ്രൂഷ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെ സമയങ്ങളിൽ അമ്മയുടെ വലിയൊരു സാന്നിധ്യം ഈ സമയം തന്നെ അനുഭവേദ്യമാകാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ സ്വർഗം തന്ന ഒരമ്മ, ഈശോ അമ്മ എന്ന് വിളിച്ച എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ വലിയൊരു സഹായവും ശക്തിയും ബോധ്യവും പരിശുദ്ധ അമ്മയെ ഹൃദയങ്ങളിലേക്ക് നിറച്ച് നൽകണമേ. നമുക്ക് ചേർന്ന് ഉറച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമണികളിലൂടെ നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് ഈശോയെ ആഴത്തിൽ അറിഞ്ഞ് നമ്മൾ പരിശ്രമിക്കാൻ, നമ്മളത് അറിയാൻ വേണ്ടി പരിശ്രമിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ 4-ാം ദിവസം, ഈ ജപമാലയുടെ ഈ മാസത്തിലെ ഈ 4-ാം ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക ഒരു വലിയൊരു ആത്മീയ ആവശ്യത്തിന് വേണ്ടിയാണ്. കർത്താവ് നമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിത വിശുദ്ധിയാണ്. അതുകൊണ്ട് ഈ ഒരു ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, ജീവിത വിശുദ്ധിക്ക് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി, പാപങ്ങളിൽ നിന്ന് ദുശീലങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു കയറിപ്പോരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും. ഒരുപക്ഷെ നമ്മുടെ അറിവിൽ അങ്ങനെ ഈശോയിൽ നിന്ന് ഒത്തിരി അകന്ന് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയി കുമ്പസാരം എന്ന കൂതാശയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട ഒരാളായിരിക്കാം, സൗഹൃദങ്ങളിലോ കുടുംബത്തിലോ പെട്ട ഒരാളായിരിക്കാം. ആ വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട്, ആ വ്യക്തികളെ മനസ്സിൽ ദത്തെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഇന്ന് നമ്മൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജനറലായ പൊതുവായ നിയോഗങ്ങളൊക്കെ, നിങ്ങൾ അയച്ചു തരുന്ന നിയോഗങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ട് എടുത്ത് പ്രാർത്ഥിക്കുകയും അത് ഈശോ അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ
കുമ്പസാരം എന്ന കൂദാശയിലേക്ക് ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് മാനസാന്തരത്തിൻ്റെ വഴി മാറി സഞ്ചരിക്കുന്ന, അശുദ്ധിയുടെ പാതയിൽ സഞ്ചരിച്ച് ദുശീലത്തിൻ്റെ പടുകുഴിയിൽ പെട്ടുപോയ വ്യക്തികൾ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ഈശോയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യേണ്ട ഒരു പുണ്യപ്രവൃത്തി, നമ്മൾ മറ്റുള്ളവർ വിശുദ്ധിയിലേക്ക് വരാൻ, അവർ കുമ്പസാരത്തിലേക്കൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വാട്ട് ഈസ് ഇൻസൈഡ് യു? നിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണ്? അപ്പം നമുക്കിന്ന് ചെയ്യേണ്ട ഒരു പുണ്യപ്രവൃത്തി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തന്നെ പോയി ഒന്ന് നന്നായി ഒരുങ്ങി നിങ്ങളൊരു നല്ല കുമ്പസാരം നടത്തുക. പരിശുദ്ധ അമ്മ സ്വർഗം ഇന്ന് വളരെയധികം സന്തോഷിക്കും, എന്നെയും നിങ്ങളെ ഓർത്ത്. അതുകൊണ്ട് ഈ ജപമണികൾ നമ്മൾ കയ്യിൽ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം നമുക്ക് ചെയ്യേണ്ട ഒരു പുണ്യപ്രവൃത്തി ഇതാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ കൂടെ പോയി ഒന്ന് കുമ്പസാരിക്കുക. അമ്മയുടെ അടുത്തിരുന്ന് കുമ്പസാരിക്കാൻ വേണ്ടി ഒരുങ്ങുക. എന്നിട്ട് അമ്മയുടെ കൈ പിടിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുക. ഈശോയെ കുമ്പസാരക്കൂട്ടിൽ വെച്ച് കണ്ടുമുട്ടുക. പാപം കഴുകി കുളിച്ച് വിശുദ്ധിയിൽ തിരിച്ചു കയറി പോരുക. ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വലിയ കാര്യം അതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രാർത്ഥനയുടെ ഈ യാത്ര, ഈ ആരാധനയും പ്രാർത്ഥനയും വചന ധ്യാനവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് ഈ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസം നമ്മൾ ധ്യാനിക്കാൻ പോകുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ജപമാലയിലെ രഹസ്യങ്ങൾ ധ്യാനിക്കായിരുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കാൻ പോവുക ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളാണ്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ, ഈശോയുടെ ഒരു ലാസ്റ്റ് മൊമെൻറ്റ്സ്, പാഷൻ, ഡെത്ത്, റെസറക്ഷൻ, ഈശോയുടെ പീഡാനുഭവം, മരണം, ഉദ്ധാനം, ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾക്ക് തൊട്ടുമുമ്പായിട്ട് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ഒരു ക്ലൈമാക്സിലേക്ക് ചിന്തിക്കുക. ഈശോയുടെ ഉദ്ധാനത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ മഹിമയുടെ രഹസ്യത്തിലാണ്. നമ്മളത് അടുത്ത ദിവസങ്ങളിൽ ഈശോ അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കും. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ചാണ്. ഗത്സമൻ മുതൽ കാൽവരി വരെയുള്ളൊരു യാത്രയാണ്. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ഇത് പ്രത്യേകമായിട്ട് ഇന്ന് ധ്യാനിക്കുമ്പോൾ, ഇന്ന് വ്യക്തിപരമായിട്ട് ഒരു ജപമാല ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പ്രലോഭനങ്ങളിൽ നിന്ന് ഒരു വിട നമുക്ക് ആവശ്യമാണ്. പ്രലോഭനങ്ങളിൽ നിന്ന് ഒരു എഴുന്നേറ്റ് വരവ് നമുക്ക് ആവശ്യമാണ്. മാനുഷികമായൊരു ജീവിതം, നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്തിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. വ്യക്തികളുണ്ടാകാം, സാഹചര്യങ്ങളുണ്ടാകാം, നമ്മുടെ പഴയ ശീലങ്ങളുണ്ടാകാം, നമ്മൾ ആവർത്തിച്ച് ചെയ്തു പോയ ചില പാപങ്ങൾ തഴക്ക് ദോഷങ്ങളായിട്ട് മാറിയിട്ട് നമ്മുടെ ഉള്ളിലെ നന്മയൊക്കെ കളഞ്ഞിട്ടുണ്ടാകാം. നന്മ ചെയ്യണം നമ്മൾ ആഗ്രഹിച്ചിട്ടും അത് പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ കണ്ണുകളെ അടച്ചു കിടക്കുന്ന രീതിയിൽ പാപങ്ങൾ നമ്മളെ മുറുകെ പിടിച്ചിട്ടുണ്ടാകാം. പൗലോസിലേക്ക് റോമക്കാരോട് എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നില്ലേ, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റുന്നില്ല. തിന്മ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പറ്റുന്നില്ല. ഞാൻ ആഗ്രഹിക്കാത്തത് ഞാൻ ചെയ്തു പോകുന്നു, ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല. അതിനൊരു കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് പൗലോസിലെ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഉള്ളിലുള്ള പാപമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ പാപത്തിലേക്കുള്ളൊരു ചായ്വ്, പാപം ചെയ്യാനുള്ള ഒരു രാഞ്ചന, അതിനൊരു ഒരു പ്രലോഭനം നമ്മളെപ്പോഴും ഉണ്ട്. ഇപ്പം സാത്താൻ നമ്മളെപ്പോഴും ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആദ്യത്തെ മെത്തേഡ് ഇതാണ്. ഒരു പ്രലോഭനം തരും. ആ പ്രലോഭനം എല്ലാവർക്കും ഉണ്ടാവും. ഈശോയ്ക്ക് വരെ ഉണ്ടായതായിട്ട് നമ്മൾ മത്തായി സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലും ലൂക്കാ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. പ്രലോഭനം ഉണ്ടാകും. പക്ഷേ ഈശോ പ്രലോഭനത്തെ ചെറുത്തു. ദുഃഖത്തിൻ്റെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന കുറേ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരു കാര്യമാണ്, ഈശോ ദുഃഖിച്ചു. ഈശോ ദുഃഖിച്ചത് ഈശോയുടെ പാപങ്ങൾ ഓർത്താണോ? ഒരിക്കലുമല്ല. അവൻ നമ്മിൽ ഒരുവനായി, നമ്മെപ്പോലെ ഒരുവനായി, പക്ഷേ പാപത്തിലൊഴികെ. അവൻ പാപം മൂലം ദുഃഖിച്ചതല്ല. പക്ഷെ നമ്മളൊന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം തെളിച്ചുകൊണ്ട് നോക്കിയേ, നമ്മുടെ പല ദുഃഖങ്ങൾക്കും കാരണം എന്താണ്? നമ്മൾ ചെയ്തു കൂട്ടിയ പാപം. ആവർത്തിച്ച് ചെയ്തു പോയി നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായി പോയ ചില പാപങ്ങൾ. നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ വലിയൊരു ശക്തിയിൽ നമ്മളെ കാലങ്ങളായിട്ട് പിടിച്ച് മുറുക്കിയിട്ടിരിക്കുന്ന ആ പാപത്തിൻ്റെ ചങ്ങലകളെല്ലാം ഇന്ന് പൊട്ടിച്ചെറിയണം. ഈശോ അതിനൊത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അതിന് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഫൗസ്റ്റീന അമ്മയുടെ ഡയറി തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും. ദൈവകരുണയുടെ ആ ഡയറിയിൽ, ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1560-ാമത്തെ പാരഗ്രാഫ് നിങ്ങളത് വ്യക്തിപരമായിട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കണം. അവിടെ ഫൗസ്റ്റീന അമ്മയോട് ഒരു രാത്രി ഈശോ വന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഇത് തുടക്കത്തിൽ പറഞ്ഞു തരുന്നത്, നമ്മളിന്ന് ഈ ദുഃഖത്തിൻ്റെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഈശോ ഈ ദുഃഖം അനുഭവിച്ചത് എന്തിനാണ് നമുക്കറിയാം. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായാണ് അവൻ ഈ കുരിശേന്തിയത്, ഈ സങ്കടങ്ങളൊക്കെ അനുഭവിച്ചത്, ഈ പീഡനങ്ങളൊക്കെ ഏറ്റത്. അപ്പം ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഒരു ദാഹം എന്തായിരിക്കണം? എൻ്റെ ഒരു പാപം കാരണം ഞാൻ എൻ്റെ ഈശോയെ വിഷമിപ്പിക്കരുത്. പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്ന ഇതാണ്, നിനക്ക് വേണ്ടി ഈശോ നേടിത്തന്ന ഈ രക്ഷ, ഈ വലിയൊരു സൗഭാഗ്യം കുഞ്ഞെ നീ നിൻ്റെ പാപങ്ങൾ കാരണം കളയരുത്, അത് നശിപ്പിച്ച് കളയരുത്, ആ കൃപ കളയരുതെന്ന് അമ്മ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കും ആഗ്രഹമുണ്ടല്ലോ, പൗലോസ്ലീഹ പറഞ്ഞ പോലെ വിശുദ്ധിയിൽ ജീവിക്കണം, പക്ഷെ പറ്റുന്നില്ല. അപ്പം അതിനുള്ളൊരു വഴി ഫൗസ്റ്റീന മറിയത്തോട് ഈശോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ 1560-ാമത്തെ പാരഗ്രാഫിൽ
ഒരു 5 കാര്യങ്ങളാണ് ഈശോ ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞു തരിക പ്രലോഭനങ്ങളെ ചെറുക്കാൻ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് ഒരു മോചനം നേടാൻ വേണ്ടിയിട്ട് ഈശോയെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു 5 കാര്യങ്ങൾ ഈശോ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ കാര്യം, നീ ഒരു കുമ്പസാരക്കാരനെ സമീപിക്കുക. ഒന്ന് ചിന്തിച്ച്, നമ്മൾ യൂഷ്വലി എപ്പോഴാണ് കുമ്പസാരക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുക? നമ്മളൊരു പാപം ചെയ്തു, നമ്മുടെ തെറ്റുകൾ ആവർത്തിച്ചു, നമ്മൾ ഏറ്റവും അടുത്തൊരു അവസരത്തിൽ നമ്മുടെ ഒരു സാഹചര്യമൊക്കെ വെച്ച് നമ്മുടെ ഒരു മാനസികമായ ഒരുക്കം, നമ്മുടെ അനുതാപത്തിൻ്റെ അളവൊക്കെ നോക്കി ഈശോ ഒരു പാപബോധം, പശ്ചാത്താപമൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് തന്ന് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയും, നമുക്ക് പൂർണ്ണമായും വിമോചനം കിട്ടും, നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു വരും. പക്ഷേ ഫൗസ്റ്റീനാമ്മയോട് ഈശോ പറയാണ്, നിനക്കൊരു പ്രലോഭനം വരുമ്പോൾ അതുകൂടി നീ കുമ്പസാരക്കാരനെ അറിയിക്കുക. ഓക്കെ, അത് നല്ല ആഴത്തിൽ അതൊന്ന് ചിന്തിച്ച് നോക്കണം. അതായത് നിങ്ങളിപ്പോൾ ഒരു കുമ്പസാരത്തിന് പോവാണ്, ഇപ്പോൾ അച്ഛൻ പോയി കുമ്പസാരിക്കുകയാണ്. ഞാൻ പോയി പറയുന്നത് എന്താണ്? പിതാവ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണം, ഇത്ര കാലമായി കുമ്പസാരിച്ചിട്ട് എൻ്റെ പാപങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയണം. ഞാൻ നുണ പറഞ്ഞു, ഞാൻ ചീത്ത വിളിച്ചു, ഞാൻ ദേഷ്യപ്പെട്ടു, കുറേ പാപങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഞാനൊരു പാപം ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, പക്ഷെ മോഷ്ടിക്കണം എന്നൊരു പ്രവണത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ആ ഒരു വസ്തു കണ്ടു, എനിക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടു, എനിക്കത് എടുക്കണം, ഞാൻ എടുത്തിട്ടില്ല, എടുത്താലാണ് അതൊരു പാപമായി മാറുന്നത്. പക്ഷേ ഈ പ്രലോഭനം ഇങ്ങനെ പുറകെ നടന്ന് എന്നെ നീ ഇത് ചെയ്യുന്ന പ്രലോഭിച്ചുകൊണ്ടിരിക്കുക. ആരും കാണുന്നില്ല, ഇത് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലേ, ഇതൊക്കെ വലിയ ഇഷ്യൂ ആക്കണോ, ഇതിങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷേ ഈ പ്രലോഭനം എന്നെ ഇങ്ങനെ പുറകെ നടക്കുകയാണ്. ഫൗസ്റ്റീനാമ്മയോട് ഈശോ പറയാണ്, നീ ആ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ആ പ്രലോഭകൻ നിന്നെ ഇങ്ങനെ ചുഴറ്റാൻ ശ്രമിക്കുമ്പോൾ, നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, നിനക്കൊരു ആത്മീയ ശക്തി ഈ പോരാട്ടത്തിൽ വേണമെങ്കിൽ ഒരു കൃപ കുമ്പസാരക്കൂട്ടിൽ നിന്ന് മേടിക്കണം. അതുകൊണ്ട് നീ പോയി കുമ്പസാരക്കാരനെ അറിയിക്കുക. എന്ത്? എനിക്കിങ്ങനെ ഒരു പ്രലോഭനം വരുന്നുണ്ട്, ചെറുത്ത് നിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഈശോ പറയാണ്, ആ പാപമോചനം കിട്ടുമ്പോൾ, ആ വൈദികൻ്റെ തിരുസഭയിലൂടെയുള്ള ശുശ്രൂഷയിലൂടെ നിനക്കൊരു പാപമോചനം കിട്ടുമ്പോൾ നിനക്കൊരു വലിയ ശക്തി കൂടി ഞാൻ തരികയാണ്, പാപത്തെ ചെറുക്കാൻ, പ്രലോഭനത്തെ ചെറുക്കാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഫൗസ്റ്റീനാമ്മയോട് കൊടുത്ത ആദ്യത്തെ രഹസ്യം അതാണ്. പ്രലോഭനത്തെ ചെറുക്കാൻ കുമ്പസാരക്കാരനെ അറിയിക്കണം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ജപമാല മാസത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ബോധ്യത്തോടെ നിറയേണ്ട ഒരു കാര്യം ഈശോ ഫൗസ്റ്റീനാമ്മയോട് പറയുന്ന രണ്ടാമത്തെ കാര്യമാണ്, നീ നിരന്തരം എൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക, എൻ്റെ അമ്മയുടെയും വിശുദ്ധരുടെയും സാന്നിധ്യം തേടുക. വലിയൊരു സീക്രട്ടാണ്. ആത്മീയ വിശുദ്ധിക്ക്, ജീവിത വിശുദ്ധിക്ക് ഒരു വലിയ രഹസ്യം ഈശോ പറയാണ്, നിരന്തരം എൻ്റെ സന്നിധിയിലായിരിക്കുക, എൻ്റെ സന്നിധിയിലേക്ക് ഓടി വരിക. എന്നുവെച്ചാൽ ആരാധനയ്ക്കൊക്കെ പോയിരിക്കുക, കുമ്പസാരത്തിന് പോയിരിക്കുക, ഈശോയുടെ അടുത്ത് പോകും, വിശുദ്ധ കുർബാനയ്ക്ക് കൂടുക. ഒപ്പം തന്നെ ഈശോ പറയാണ്, എൻ്റെ അമ്മയുടെ മധ്യസ്ഥം തേടണം. വിശുദ്ധരുടെ മധ്യസ്ഥതയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അമ്മയുടെ മധ്യസ്ഥം എന്ന് വെച്ചാൽ എന്താ? ജപമാല കയ്യിലെടുക്കണം. ഈ ജപമാല കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ കണ്ടാൽ സാത്താന് പിന്മാറുക അല്ലാണ്ട് വേറെ വഴിയില്ല. പ്രലോഭനങ്ങൾ വരുമായിരിക്കും, പക്ഷേ പ്രലോഭനങ്ങളെ അടുത്ത് വരാൻ, 7 അയലത്ത് വരാൻ ഈ ജപമാല നിങ്ങളെ സമ്മതിക്കില്ല. കയ്യിലൊന്ന് എടുത്ത് പിടിച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് ആത്മീയ പോരാട്ടത്തിന് ഒരു ശക്തിയായിട്ട് മാറും. അതൊരു വലിയ ബോധ്യത്തോടെ നിങ്ങളുടെ ജപമാല കരങ്ങളെടുക്കണം, സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ഈശോ ഫൗസ്റ്റീനാമ്മയോട് ഡയറിയിൽ പിന്നീട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നീ ഭയപ്പെടരുത്. ഈ പ്രലോഭനത്തെ, ഈ പാപത്തെ, ഈ പാപ സാഹചര്യങ്ങൾ നീ ഭയപ്പെടരുത്. എന്നിട്ട് ഈശോനോട് പറയാണ്, നിനക്ക് ശക്തി തരാൻ നീ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്. യു ആർ അണ്ടർ മൈ സർവൈലൻസ്. ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നീ പാപം ചെയ്യുന്നുണ്ടോ, നീ വീണു പോകുന്നുണ്ടോ എന്നുള്ള ഒരു നോട്ടമല്ല. ഞാൻ നിന്നെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും. ഐ വിൽ ഹെൽപ്പ് യു. ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. ഞാൻ നിന്നെ നിരീക്ഷിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുകയും കൂടെ ചെയ്യുമെന്ന് ഈശോ വാഗ്ദാനം നൽകുകയാണ്. അവസാനം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഭയപ്പെടരുത്, ഈ തിന്മയ്ക്കെതിരെ നീ പോരാടണം. അങ്ങനെ പോരാടുമ്പോഴാണ് നിന്റെ വിശ്വാസത്തിൻ്റെ, നിന്റെ വിശുദ്ധിയുടെ ഘനം, ശക്തി തെളിയിക്കാൻ പറ്റുക, തിരിച്ചറിയാൻ പറ്റുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സാത്താൻ, തിന്മ, സാഹചര്യങ്ങൾ, മനുഷ്യർ, പഴയ കാലമൊക്കെ നമ്മൾ ഈ സന്തോഷമൊക്കെ എടുത്തു കളഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പാപത്തിൻ്റെ ഇരുട്ട് കൊണ്ട് തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളൊരു ഗാർഡ് എടുക്കേണ്ട ഒരു മേഖലയെക്കുറിച്ചാണ് ഈശോ ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞു തന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ബോധ്യം തരുമ്പോഴും, ഈ ആയുധത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുമ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട ഒരു ബോധ്യമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കി മാറ്റുക, ജപമാലയിലെ ദുഃഖത്തിൻ്റെ രഹസ്യം. അതിനൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഈശോ തന്നെ നമുക്കൊരു ബോധ്യം, പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് നിറഞ്ഞ് യേശയ്യാ പ്രവാചകൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യമുണ്ട്, അവൻ മുറിവേറ്റത് മുഴുവൻ നിനക്ക് വേണ്ടിയിട്ടാണ്, അവൻ ക്ഷതമേറ്റത് നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ ദുഃഖത്തിൻ്റെ രഹസ്യം ഇന്ന് ധ്യാനിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ, ജപമാല എടുത്ത് ഇന്ന് പേഴ്സണലായിട്ട് ദുഃഖത്തിൻ്റെ രഹസ്യം ഒന്ന് ചെല്ലാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു മാസക്കാലം എപ്പോഴൊക്കെ നിങ്ങൾ ദുഃഖത്തിൻ്റെ രഹസ്യം ആ ഒരു ഓർഡർ അനുസരിച്ച് മാറി മാറി വന്ന് ചെല്ലുമ്പോഴോ അപ്പോഴൊക്കെ നിങ്ങൾ ഓർത്തേക്കണം, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വചനമാണ്. അത് നിങ്ങളുടെ മനസ്സിൽ എന്നും മായാതെ ഉണ്ടാകണം. 53-ാമത്തെ അധ്യായം
4, 5, 6 വാക്യങ്ങൾ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 4, 5, 6 വാക്യങ്ങൾ നമ്മളവിടെ ഇങ്ങനെ വായിക്കും. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. 5-ാം വാക്യം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഒരു വലിയ ബോധ്യമാണ്. ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലുമ്പോൾ അത് ചൊല്ലാൻ വേണ്ടി ജപമാല കരങ്ങളെടുക്കുമ്പോൾ ഓർത്തേക്കണം, നിനക്ക് വേണ്ടി പീഡ സഹിച്ചത് ഈശോയാണ്. അവൻ ഈ രക്ഷ നേടിത്തന്നത് മുറിവുകളാലാണ്. അവൻ ഓരോ അടിയും ഏറ്റപ്പോൾ നിന്റെ പാപത്തിന് അത് പരിഹാരമായിരുന്നു. ദുഃഖത്തിൻ്റെ രഹസ്യം ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 രഹസ്യങ്ങൾ നമുക്കറിയാം. ഈശോ ഗെത്സമനിൽ ആ രാത്രി സ്പെൻഡ് ചെയ്യണത്, പിന്നെ ഈശോ ചമ്മട്ടികളിൽ അടിക്കപ്പെടുകയും മുൾമുടി ധരിക്കപ്പെടുകയും ചെയ്യുന്നത്, ഈശോ ഒരു നാണം കെട്ടവനെ പോലെ സങ്കടങ്ങളുടെ ആധിക്യം വർദ്ധിക്കാൻ വേണ്ടി കുരിശെടുത്ത് യാത്ര ചെയ്യുന്നത്, ഒടുക്കം സ്നേഹം അതിൻ്റെ പരിപൂർണതയിൽ ഒരു കുരിശുരൂപത്തിൽ നമ്മളെ കാണിച്ചു തരുന്നത്, കാൽവരി മലയിലെ ആ വലിയൊരു യാഗം. ജപമാലയിലെ ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്ത്? ഈശോ ഇത്രയും പാടുപീഠങ്ങൾ സഹിച്ചിട്ട്, അവനത്രയും ക്ഷതമേൽപ്പിച്ചിട്ട്, അവനത്രയും വേദനയേറ്റിട്ട് അതിന് പരിഹാരം, അതുവരെ വഴി നേടിത്തന്ന ആ രക്ഷ, ആ വിശുദ്ധി, ആ നിത്യജീവന് നമ്മൾ വ്യക്തിപരമായിട്ട് കോട്ടം വരുത്തിയോ? നമ്മുടെ കുറവുകൾ നിമിത്തം, നമ്മുടെ അശ്രദ്ധ നിമിത്തം, നമ്മൾ കുമ്പസാരിക്കാത്ത നിമിത്തം, നമ്മൾ പാപങ്ങൾ ആവർത്തിച്ചത് മൂലം നമ്മൾ ഈ തെറ്റ് ആവർത്തിച്ച് ഈശോയെ വേദനിപ്പിച്ചോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല ഒന്ന് കരങ്ങളെടുക്കാമോ? നമ്മളിന്ന് ദുഃഖത്തിൻ്റെ രഹസ്യം ഈ സമയം ഇന്ന് ഒന്ന് വ്യക്തിപരമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ പാപം നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പാപത്തിനെല്ലാം പരിഹാരം ചെയ്യാൻ പറ്റുന്ന വലിയൊരു ശക്തി കൂടിയാണ് ജപമാല. അമ്മയോട് നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മൾ ഈ കാലം മുഴുവൻ അറിഞ്ഞോ അറിയാതെയോ ഈശോയെ വേദനിപ്പിച്ച എല്ലാ സമയങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മളിന്ന് വ്യക്തിപരമായിട്ട് ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാണ്. അത് ഈ ജപമാല എടുക്കാം. ഈ ജപമാലയും കൊണ്ട് ഒത്തിരി ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടാകാം, ചൊല്ലിയിട്ടുണ്ടാകാം. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ ജപമാലയിൽ ഒരു ശക്തിയുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജപമാല എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ആവർത്തിച്ച് ഈ ജപമാലയിലേക്ക് ഒരു ശക്തി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ ഒരു ആയുധമാണ്. ഇതിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം. ഓരോ തവണ ചെല്ലുമ്പോഴും ഇതിന് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ജപമാലയെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട്, നമ്മുടെ ആ പേഴ്സണൽ റോസറിയെ ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ വലിയൊരു ശക്തിയും സാന്നിധ്യവും യാചിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. മറിയത്തിൻ്റെ പരിശുദ്ധ ജപമാലയെ, മറിയത്തിന്റെ പരിശുദ്ധ ജപമാലയെ, എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹച്ചങ്ങലയെ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം തരുന്ന ശക്തി ദുർഗമേ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മരണസമയത്ത് നീ എന്റെ ആശ്വാസമായിരിക്കും. ജീവൻ പിരിയുമ്പോൾ എന്റെ അവസാന ചുംബനം നിനക്കായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പാപികളുടെ സങ്കേതമേ, ക്ലേശിക്കുന്നവരുടെ ആശ്വാസമേ, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും എന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. അമ്മേ എന്നമ്മേ, സ്നേഹത്തിനമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തിലെ ആ കുറവുകളെ, വിശുദ്ധിയില്ലാത്ത മേഖലകളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് നിങ്ങളൊരു വചനം കാണാപ്പാഠം പഠിക്കണം. നമ്മളിപ്പോൾ ഈ വായിച്ച ഒരു വചനഭാഗം തന്നെയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഏശയ്യാ 53, 5-ാമത്തെ വാക്യം. ഇതൊന്ന് നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക, ധ്യാനിക്കുക. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്കിന്നൊന്ന് ചെല്ലേണ്ടതുണ്ട്. 5 രഹസ്യങ്ങൾ നമുക്കറിയാം. ജീവിതത്തിൽ വന്നു പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് മുമ്പേ സഹിച്ച ഈശോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇങ്ങനെ ഒറ്റുകൊടുക്കലിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ ഒരു ഗെത്സമൻ രാത്രി. എല്ലാവരും ഉണ്ടെങ്കിലും കൂടെ ഇരിക്കാനോ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ ആരുമില്ലാത്ത ഒറ്റപ്പെടലിൻ്റെ ഗെത്സമൻ രാത്രി.
ഒറ്റുകൊടുക്കലിൻ്റെ രാത്രി. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഇനി പ്രതീക്ഷിക്കാത്ത മുൾമുടികൾ, ചാട്ടയടികൾ, കളിയാക്കലുകൾ, നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മുടെ മേലെ ആരോപിക്കപ്പെടുന്ന സങ്കടങ്ങൾ. ഒരുപക്ഷെ ഇന്ന് ഈ ശുശ്രൂഷ കൂടുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു തീക്കാത്തൂടെ നിങ്ങൾ കടന്നു പോകുമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെ ഒരു സങ്കടത്തിൽ കൂടെ പോകുമ്പോഴെല്ലാം നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു വേദനയോടെ നിങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ജപമാല കയ്യിലെടുക്കണം. ദുഃഖത്തിൻ്റെ രഹസ്യം ചെല്ലണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ, വലിയൊരു പരാതിയിലൂടെ, പരാജയത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രകാശത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം ഒത്തിരി ശക്തി നൽകുന്നതെന്നാണ്. നമ്മൾ ആ ഒരു ബോധ്യം നമുക്കുണ്ട്. ഒപ്പം തന്നെ ഈ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, സങ്കടം വരുമ്പോൾ ഇങ്ങനെ ഇന്ന് പരിതപിക്കരുത്, വിലപിക്കരുത്, പരാതി പറയരുത്. നമുക്കൊരു സഹായം സ്വർഗം തന്നിട്ടുണ്ടല്ലോ, ഈശോയുടെ അമ്മ, എൻ്റെയും നിങ്ങളുടെ അമ്മയല്ലേ. ആ അമ്മയോട് ചേർന്ന് ഈശോയുടെ ദുഃഖത്തിൽ പങ്കുചേരുക. പാപത്തിൽ നിന്നൊക്കെ കയറിപ്പോരാൻ പറ്റുന്നില്ലേ, ഈശോയുടെ ദുഃഖത്തെക്കുറിച്ച്, ഈശോ നമുക്ക് വേണ്ടി അനുഭവിച്ച ദുഃഖത്തെക്കുറിച്ച് ചിന്തിക്കുക. കാൽവരിയിലെ ഒരു യാത്രയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. കളിയാക്കപ്പെടലിൻ്റെ ഒരു യാത്ര, എങ്ങോട്ടാണെന്ന് അറിയത്തില്ലാത്തൊരു യാത്ര, പോകുന്ന വഴികളിൽ വീണു പോകുന്ന അവസ്ഥ, സങ്കടങ്ങൾ, ആളുകൾ നോക്കി കളിയാക്കുന്നു, ഒന്ന് സഹായിക്കാൻ ആരുമില്ല, ഒരു തുള്ളി വെള്ളം തരാൻ ആരുമില്ല. അങ്ങനത്തെ ഒക്കെ സങ്കടങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒടുക്കം മരണത്തിൻ്റെ ഒരു കാൽവരിയും കൂടെയുണ്ട്. പ്രിയപ്പെട്ടവർ നോക്കി നിൽക്കുമ്പോൾ നാണം കെടേണ്ട അവസ്ഥ, കൂടെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, ആത്മാവിനെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരവസ്ഥ. കാരണം ആശ്വസിക്കാൻ മറ്റാരുമില്ല. എല്ലാവരും കൂടെ ഒന്ന് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന എല്ലാവരും അകന്നു പോകുന്നൊരു സമയം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദുഃഖത്തിൻ്റെ രഹസ്യത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയാണ്, യു ആർ നോട്ട് എലോൺ. കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല. ഇതുപോലെ സഹിച്ച എൻ്റെ മകൻ നിന്റെ കൂടെയുണ്ട്. അമ്മ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈശോ തിരിച്ചെന്താ ഓർമ്മിപ്പിക്കുന്നതെന്നറിയോ? ഈ കൽവരിയുടെ യാത്രയിലെല്ലാം മോനെ എൻ്റെ കൂടെ, മോളെ എൻ്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു. പ്രത്തോറിയത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ഈശോയെ ഒരു കിടങ്ങിലൊക്കെ അങ്ങ് ഒളിപ്പിച്ചിടുമ്പോൾ, ആ രാത്രി ഇടുമ്പോൾ അമ്മ മുകളിൽ വന്ന് നിൽക്കുന്നു. വേർ ദർ ഇസ് ജീസസ് ദർ ഇസ് മേരി. ഈശോ എവിടെയുണ്ടോ അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഇപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും. കാനായിലെ കല്യാണം വരുന്ന പോലെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ആ ദുഃഖങ്ങളിലേക്ക്, നിങ്ങളുടെ വേദനകളിലേക്ക്, വീട്ടിലെ അവസ്ഥയിലേക്ക്, നിങ്ങളുടെ പാപ സാഹചര്യങ്ങളിലേക്ക്, ആർക്കും അറിയത്തില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ആ സാഹചര്യത്തിലേക്ക് ഈശോയെ വിളിക്ക്, അമ്മ കൂടെ വരും. അമ്മയെ വിളിക്ക്, ഈശോ കൂടെ വരും. ഈ ദുഃഖം വലിയ സങ്കടങ്ങളിൽ അവസാനിക്കാനുള്ളതല്ല, ഇരുട്ടിലേക്ക് അവസാനിക്കാനുള്ളതല്ല. മുമ്പിൽ കുരിശായിരിക്കാം, അവിടെയും മുറിവുകളായിരിക്കാം. ഒരു തുള്ളി വെള്ളം തരാൻ പോലും, ആശ്വസിപ്പിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. പക്ഷേ അവിടെ അവസാനിക്കുന്നതല്ല ഒരു ദുഃഖത്തിൻ്റെ രഹസ്യം. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളുടെ രഹസ്യം അവിടെ അടയുന്നതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ദുഃഖത്തിൻ്റെ വാർത്താവേളയിലാണ് ലോകം കേട്ട മറ്റൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത സ്വർഗം തന്നത്, ഈശോ തന്നത്. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾക്ക് കാണപ്പാടറിയാം, 19-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ. ഒരു വലിയ കൈമാറ്റം നടക്കാണ്. ലോകത്തിന് കിട്ടുന്ന വലിയൊരു സമ്മാനത്തിൻ്റെ കൈമാറ്റം. യോഹന്നാനെ നോക്കിയിട്ട് ഈശോ ഇങ്ങനെ പറയാണ്, ഇതാ നിന്റെ അമ്മ. ഈശോ പറഞ്ഞ, ഈശോ തന്ന എത്രയോ വലിയ സമ്മാനമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഈ ദുഃഖത്തിൻ്റെ രഹസ്യം ധ്യാനിക്കാൻ വേണ്ടി ഈശോ നമുക്ക് തന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ബോധ്യം നമുക്ക് തരുമ്പോൾ ഓർത്തേക്കണേ, ജീവിതത്തിൽ പാപം കൊണ്ട് വന്ന ദുഃഖമുണ്ടാകാം, മറ്റുള്ളവരെ ഏൽപ്പിച്ച ദുഃഖങ്ങളുണ്ടാകാം. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് നിങ്ങൾ ധ്യാനിച്ച് ജീവിതം അത് അയവിറക്കി അതിൻ്റെ വേദന നുകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഈശോ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സാന്നിധ്യം തരുന്നത് എന്താണെന്നറിയോ? അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മയെ സമ്മാനമായിട്ട് തരികയാണ്. യോഹന്നാൻ തീർച്ചയായിട്ടും സങ്കടപ്പെട്ടിട്ടുണ്ടാവില്ലേ? സങ്കടത്തിൽ കൂടെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തലേ രാത്രി നെഞ്ചേൽ ചാരിക്കിടന്നവനാണ് യോഹന്നാൻ. ആ നെഞ്ച് കുത്തി തുറക്കുന്ന കാഴ്ച അവൻ കാണുന്ന ദിവസമാണെന്ന്. ആ വൈകുന്നേരം, ആ പകല് യോഹന്നാൻ എന്തിലൂടെ കടന്നുപോയെന്ന് ചിന്തിച്ചു നോക്കി. ആ സ്ഥാനത്ത് നിങ്ങളും നിൽക്കുക. ഒരുപക്ഷെ ഒത്തിരി സ്നേഹിച്ച ഒരാൾ, ഒത്തിരി ചേർത്ത് പിടിച്ച ഒരാൾ, ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അകന്നു പോയി കാണാം. ഹൃദയത്തിലൊരു മുറിവേൽപ്പിച്ച് അകന്നു പോയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു വിടവ് കടക്കുന്നുണ്ടാകാം. യോഹന്നാന്റെ കണ്ണുനീര് മാറിയത് എവിടെയാണെന്നറിയോ? സ്വർഗത്തിൽ നിന്ന് കുരിശേ കടന്നുകൊണ്ട് ഈശോ ഒരു സമ്മാനം കൊടുക്കുകയാണ്. ഇതാ നിന്റെ അമ്മ. അവൻ അന്നു മുതൽ, അപ്പോൾ മുതൽ അവളെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ യോഹന്നാന് സങ്കടങ്ങളില്ല, പിന്നെ യോഹന്നാന് ദർശനങ്ങളേ ഉള്ളൂ ഈശോയെക്കുറിച്ച്. ഞാനിത് കണ്ടെന്നും, ഈശോയെ നേരിട്ട് കാണുക മാത്രമല്ല, അവൻ മരിച്ചു കിടക്കുന്ന കാണുന്നത് മാത്രമല്ല, അവൻ ഉദ്ധാനം ചെയ്തത് കാണുന്നുണ്ട്. പിന്നീട് വെളിപാട് പുസ്തകത്തിന്റെ ആദ്യത്തെ താളുകളിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ സ്വർഗത്തിൽ കുഞ്ഞാടിനെ വരെ കാണുകയാണ്. ഒറ്റ കാര്യം, അമ്മയെ സ്വീകരിച്ചു. അമ്മ നിനക്ക് ഈശോയെ കാണിച്ചു തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജപമാല മണികൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ യാത്ര, യോഹന്നാൻ കണ്ട അതേ ദിവ്യദർശനം ഇപ്പം നമ്മൾ ഇനി ഉടനെ കാണാൻ പോവാണ്. സ്വർഗം തുറന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈശോ ഈ അൾത്താരയിലേക്ക് ഇപ്പം ഇറങ്ങി വരാൻ പോവാണ്. ആരാധനയിൽ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ ആരാധനയിൽ നമ്മുടെ എല്ലാ പാപങ്ങളും നമുക്ക് കൊടുക്കണം, നമ്മുടെ കുറവുകൾ കൊടുക്കണം. പാപം ചെയ്ത് മാനസാന്തരത്തിന് വഴിയിൽ നിന്ന് മാറി നടക്കുന്നവരെ, കുമ്പസാരത്തിന്റെ വഴിയെ വരാത്തവരെ, ഈശോയിലേക്ക് തിരിച്ചു വരാത്തവരെ എല്ലാവരെയും നമുക്ക് ഇന്ന് ആരാധനയുടെ സമയത്ത് നമുക്ക് ഈശോ കൊടുക്കാം. തിരിച്ചു വരാൻ പറ്റാത്ത വിധം ആരും അകന്നു പോയിട്ടില്ല. അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോ തിരിച്ചു കൊണ്ടുവരും ഉറപ്പായിട്ടും. ഒരു കുഞ്ഞാടിനെ പോലെ
ഒരു നാണയം പോലെയൊക്കെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളെ തേടിയിറങ്ങും. അമ്മ പറയും, എൻ്റെ കൊച്ച് കുഴി വീണ് കിടക്കാണ്, എൻ്റെ കൊച്ച് ഇരുട്ടത്ത് വീണ് കിടക്കാണ്, നീ ചെല്ലി ഈശോയെന്ന് അമ്മ പറയും, മോൻ കേൾക്കും. ഇനി നമ്മൾ സ്നേഹമൊക്കെ നിഷേധിച്ചൊരു ധൂർത്തപുത്രനെ പോലെ അകന്നു പോയെങ്കിൽ ഈ ഈശോ കാത്തിരിക്കും. ആ കാത്തിരിക്കുമ്പം നമ്മൾ ആ എപ്പിസോഡിൽ ലൂക്ക 15 കാണാത്തൊരു വ്യക്തിത്വമുണ്ട്, മറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. സൂചനകളൊന്നും ബൈബിളിലില്ല. ആ വീട്ടിലെ അമ്മ എവിടെ പോയെന്ന്, ആ വീട്ടിലെ അമ്മ എവിടെ പോയി? അമ്മ എവിടെയും പോയിട്ടില്ല. അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നീ തിരിച്ചു വരാൻ പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണം. നമുക്ക് തിരിച്ചു വരണം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. അമ്മ മാതാവേ, ഈശോയെ വേദനിപ്പിച്ച എല്ലാ സമയങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുകയാണ്. അമ്മ ഈശോയോട് പറയണേ, ഞാൻ തിരിച്ചു വരാൻ തയ്യാറാണെന്ന്. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധമായ ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പാരിലെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജന മിശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പാരിലെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകരാജന മിശിഹ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ, ഒരിക്കൽ കൂടി അങ്ങയുടെ മുൻപിൽ അങ്ങേ ആരാധിക്കാൻ ഞങ്ങൾക്ക് ഒരവസരം തന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ വലിയ ഈ സ്വർഗീയ സാന്നിധ്യം കണ്ട് ആരാധിക്കാൻ അങ്ങയുടെ പാവപ്പെട്ട മക്കളായ ഞങ്ങൾ, പാപികളും അയോഗ്യരായ ഞങ്ങൾക്ക് വലിയൊരവസരം തന്നല്ലോ. പരിശുദ്ധനും മഹോന്നതനുമായ കർത്താവേ, ഞങ്ങൾക്ക് അവസരം തന്നതിന്, ആ സ്നേഹം തന്നതിന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഈശോയെ ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങേ ആരാധിക്കുന്നു. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൽ സൂര്യൻ, രാജാധിരാജനം മിശിഹ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൽ സൂര്യൻ, രാജാധിരാജനം മിശിഹ. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ കരങ്ങൾ വീശിക്കൊണ്ട് പാടട്ടെ. ഒരിക്കൽ കൂടി സ്വരമുയർത്തി പാടട്ടെ. സ്വരമുയർത്തി ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധനേ ആരാധന, പരിശുദ്ധനേ ആരാധന. യേശുവേ ആരാധന. ഈശോയെ പരിശുദ്ധനേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. പരിശുദ്ധനേ അത്യുന്നതനേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ഈശോയെ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ മക്കളൊക്കെ ആരാധിക്കുകയാണ്. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി സ്തുതിയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ നമുക്ക് കാണാം. ജപമണികളിലൂടെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ ഹൃദയത്തിനടുത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന ദിവസങ്ങളാണ്. ഇതാ ഈശോ നമ്മുടെ അടുത്തേക്കും യാത്ര ചെയ്യുന്നു. അതിൻ്റെ വലിയൊരു അടയാളമാണ് കർത്താവ് ഈ വലിയ സാന്നിധ്യമായി, അനുഗ്രഹ സാന്നിധ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധരോടൊക്കെ ചേർന്ന് നമുക്ക് ഇന്നീ സമയങ്ങളിൽ, ഏതാനും നിമിഷങ്ങളിൽ കർത്താവിനെ ആരാധിക്കാം. നമ്മളിന്ന് വചനത്തിലൂടെ, വചനത്തിൻ്റെ ചിന്തകളിലൂടെയൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു. ഈശോയെ, അങ്ങ് ആ പാടുപീഡകളെല്ലാം അനുഭവിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടായിരുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. നമുക്ക് വേണ്ടിയാണ് അവൻ പീഡകളേറ്റത്, നമ്മുടെ ക്ഷതങ്ങൾക്ക് പകരം അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, നമുക്ക് പകരം അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങൾക്ക് പകരമായി അവൻ വേദന ഏൽപ്പിക്കപ്പെട്ടു. നമ്മൾ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ മുട്ടുകുത്തി വീണത്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയാണ് അവൻ എഴുന്നേറ്റ് നടന്നത്. നമ്മൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ കുരിശിൻ്റെ ഭാരം തോളിൽ ഏറ്റെടുത്തത്. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് ആ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ അത്ര കഠിനമായതെന്ന് നമുക്കറിയാം. ഗെത്സമൻ തോട്ടത്തിലെ ആ ഒറ്റപ്പെട്ട രാത്രിയും, കൽവരിയിലേക്കുള്ള വേദനയുടെ യാത്രയും, കൽവരി കുരിശിലെ പ്രാണൻ വെടിയുന്ന ആ വേദനയുമെല്ലാം എൻ്റെ പാപപരിഹാരമായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ വിശുദ്ധിയിലേക്ക് ഒരു പടവ് കൂടി എത്താൻ അത് നമ്മളെ നിർബന്ധിക്കും. ഈശോ വേദന സഹിച്ചത് മുഴുവൻ എനിക്ക് വേണ്ടിയായിരുന്നു. ഈശോയിലേക്ക് നമുക്ക് നോക്കാം. എൽത്താരയിൽ ജീവനുള്ള ദൈവം സ്നേഹത്തോടെ നിന്നെ നോക്കി നിൽപ്പുണ്ട്. ആ തിരുവോസ്തിയിൽ ജീവനുള്ള ദൈവത്തെ നീ കാണുകയാണ്. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു പരുക്ക് പോലും ഏൽക്കാത്ത ഈശോയാണ് കാണുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ആ ഗോതമ്പപ്പം രൂപപ്പെടുമ്പോൾ അല്പം വേദന, അല്പം അരച്ച് കലക്കുന്ന ഒരനുഭവം ആ അപ്പവും അനുഭവിച്ചിട്ടുണ്ട്.
പിന്നീട് ഒരു വൈദികന്റെ കൈവെപ്പിലൂടെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയിലൂടെ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നിന്റെ ജീവനുള്ള കർത്താവ് എന്നും കൂടെ നിൽക്കാൻ അവൻ വലിയൊരു രൂപാന്തരീകരണം, ഒരു സത്താമാറ്റം നടത്തി നിന്റെ മുമ്പിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ നോക്കിയ ഒരു പരിക്ക് പോലുമില്ല, പക്ഷേ ഉള്ളിലേക്കൊന്ന് നോക്കിക്കേ. ആ വെള്ള തിരുവോസ്തിയിൽ, ആ വിശുദ്ധ കുർബാനയിൽ അകത്തേക്ക് മുറിവേറ്റ ഒരു ഹൃദയം നിനക്ക് കാണാം. ഈശോയുടെ തിരുഹൃദയം. എന്തുകൊണ്ടാണ് ആ തിരുഹൃദയം ഇപ്പോഴും ചോര വാർക്കുന്നത്? എന്തുകൊണ്ടാണ് ഈശോയുടെ ശിരസിലൂടെ മുൾമുടി കുത്തിക്കേറി വേദനയോടെ ആ രക്തം വീണ്ടും ഒഴുകുന്നത്? എന്തുകൊണ്ടാണ് അവന്റെ തിരുഹൃദയത്തിലെ തിരുമുറിവിന് വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത്? അവൻ വീണ വേദനകളിൽ അവന്റെ മുട്ട് പൊട്ടിയൊലിച്ച ആ രക്തത്തിന്റെ അളവ് കൂടിയത് എന്തുകൊണ്ടാണ്? അവന്റെ കരങ്ങളിലും അവന്റെ കാലുകളിലും തറയ്ക്കപ്പെട്ട ആണി ആഴ്ന്നിറങ്ങുമ്പോൾ വേദനയോടെ നിലവിളിച്ച ഈശോയുടെ ആ സങ്കടത്തിന്റെ മാറ്റുലി നിന്റെ കാതുകളിൽ നിനക്ക് കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവൻ കരഞ്ഞത് എന്തിനാണെന്നും അവൻ ദാഹിച്ചത് എന്തിനാണെന്നും അവൻ പ്രാണൻ വെടിഞ്ഞതും എന്തിനാണെന്ന്, അവൻ കുർബാനയായി നിന്നെ നോക്കി നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നുണ്ടോ? നിന്റെ പാപപരിഹാരത്തിനാണ്. നീ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇന്ന് തിരിച്ചു വരാൻ ഈശോ നിന്നോട് പറയാണ്. ഒരുപാട് പാപം ചെയ്ത് ഒരുപാട് ഈശോയെ വിഷമിപ്പിച്ചിട്ടില്ലേ? അനുതാപം ഈശോ ആവശ്യപ്പെടുകയാണ്. കുറ്റബോധമല്ല, പാപബോധം. തിരിച്ചു വരണം നീ, കുമ്പസാരിക്കണം നീ. ഈശോയുടെ ഹൃദയത്തിനേറ്റ ആ മുറിവ് ഉണക്കാൻ കുഞ്ഞെ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ആ മുറിവിനെ വലിപ്പം കൂട്ടിയത് നിന്റെയും എൻ്റെയും പാപങ്ങളാണ്. ഈശോ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടി നീ പാടുപീഡകളെ ഏറ്റിട്ടു. ആ സ്നേഹത്തെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ, ആ സ്നേഹത്തെ ഞാൻ വിലക്കെടുത്തില്ലല്ലോ. വീണ്ടും വീണ്ടും പാപങ്ങൾ ആവർത്തിച്ച് ദുശീലങ്ങളിൽ അതിൻ്റെ പട്ടുകുഴികളിൽ പെട്ടുപോയി തിരിച്ചു കയറി പോരാൻ നീ ഒത്തിരി തവണ എന്നെ സഹായിച്ചിട്ടും വീണ്ടും ആ പാപത്തിൻ്റെ സുഖങ്ങൾ തേടി, ആ നൈമിഷിക സന്തോഷങ്ങൾ തേടി ഞാൻ വീണ്ടും വീണ്ടും പോയി നിന്റെ ഹൃദയത്തിൽ ആ മുറിവിൻ്റെ വലിപ്പം ഞാൻ കൂട്ടി, നിന്റെ ദേഹത്തേറ്റ ചാട്ടേടികളുടെ ഘനം ഞാൻ കൂട്ടി, വേദനയുടെ ആധിക്യം ഞാൻ മൂലം വർദ്ധിച്ചല്ലോ. ഈശോയെ മാപ്പ് ചോദിക്കുന്നു. ഞാൻ മിടുക്കനാവാൻ, ഞാൻ വിശുദ്ധനാവാൻ, ഞാൻ വിശുദ്ധയാവാൻ എനിക്ക് വേണ്ടി പീഡ സഹിച്ച കർത്താവേ നന്ദി പറയുന്നു. ആ സ്നേഹത്തെ ഓർത്ത്, എനിക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ട, കീറിമുറിപ്പിക്കപ്പെട്ട ആ സ്നേഹത്തെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. കണ്ടാലോ ആളറിയൂക്കില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിടുന്നു. മകനേ മകളെ നീ മാന്യനായിടുവാ, കാൽവാരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കാരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി പിടഞ്ഞിടുന്നു. മകളെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. അൾത്താരയിൽ സ്നേഹത്തോടെ വീണ്ടും നിന്നെ നോക്കുന്ന കർത്താവ്, ആ ഈശോ ഇന്ന് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു വചനത്തിലൂടെ. പ്രത്യേകിച്ച് ഇന്ന് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിച്ച ഈ ദിവസം കർത്താവ് ഈ പാടുപീഡകളൊക്കെ സഹിച്ചത് നിനക്ക് വേണ്ടിയാണെന്നൊരു ബോധ്യം നൽകുന്നതിനോടൊപ്പം നിന്റെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളും കൂടെ അവൻ ഏറ്റെടുക്കുന്നതായിട്ട് ഒരു ബോധ്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്കിന്ന് കിട്ടിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഃഖത്തിൻ്റെ രഹസ്യം പരിശുദ്ധ അമ്മ കാണുകയുണ്ടായി. ഈശോ അനുഭവിച്ച കുറേയേറെ വേദനകൾ പരിശുദ്ധ അമ്മയും കൂടെ നിന്ന് സഹിക്കായിരുന്നു. വ്യാകുലങ്ങൾ അവളുടേതു കൂടിയായിരുന്നു. ഈശോ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളുണ്ട്.
ഈശോ ഒത്തിരി പേര് കൂടെ ഉള്ളപ്പോഴും വേദനിച്ച സമയങ്ങളുണ്ട്. ഗെത്സമൻ തോട്ടം, ദുഃഖത്തിൻ്റെ ഒന്നാം രഹസ്യം നമ്മൾ ധ്യാനിച്ച ഈ ദിവസങ്ങളിലൊക്കെ നമ്മളിത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓരോ തവണയും ജപമാല എടുത്ത് ദുഃഖത്തിൻ്റെ രഹസ്യം ചൊല്ലുമ്പോൾ ഈ ഗെത്സമൻ തോട്ടത്തിലേക്ക് ഈശോ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഗെത്സമൻ രാത്രികളിലേക്ക്. പത്രോസും യാക്കോബും യോഹന്നാനെയും പോലെ സൗഹൃദങ്ങൾ നമുക്കുണ്ടാകാം. ഒരു രാത്രിയിലൊക്കെ നമ്മുടെ കൂടെ വന്ന് സംസാരിക്കാൻ ആളുകളുണ്ടാകും, പക്ഷേ അവരവരുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലാണ്, വിശ്രമങ്ങളിലാണ്. പിതാവേ, ഞാൻ ഒറ്റയ്ക്കായി പോയോ എന്ന് ചോദിച്ച നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ദുഃഖത്തിൻ്റെ രഹസ്യം, പിന്നീട് വേദനയുടെ പ്രത്തോറിയം, വിചാരണകളുടെ കോടതികൾ, മാറി മാറി കോടതികൾ വിചാരണ ചെയ്യുമ്പോഴും സങ്കടങ്ങളുടെ ആധിക്യം നടക്കുമ്പോഴും ഒരമ്മ കൂടെ നടക്കുന്നുണ്ട്. മകൻ ഒറ്റപ്പെട്ടു പോവുകയാണോ എന്ന് നോക്കി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നീ ആരാധനയിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട്. അമ്മയും ആഗ്രഹിക്കുന്ന ഇതാണ്, അമ്മയും ഓർമ്മപ്പെടുത്തി തരുന്ന ഇതാണ്, ഈശോ നിനക്ക് വേണ്ടി സഹിച്ച ഒരു വേദനയും നീ വില കുറച്ച് കാണരുത്. ഈശോ നിനക്ക് വേണ്ടി പാടുപീടുകൾ ഏറ്റത് നീ വിശുദ്ധിയിലേക്ക് വരാനാണ്. അത് അമ്മ ഈ അൾത്താരയ്ക്ക് കൂടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം നമ്മുടെ അൾത്താരയോട് ചേർന്ന് നിൽക്കുകയാണ്. ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഈ സമയം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യം, ഒരു തിരുസ്വരൂപമായി മാത്രമല്ല, അമ്മയായിട്ട് അവൾ കൂടെ നിന്ന് ഈ ആരാധനയിൽ നമ്മുടെ കൂടെ നമ്മെ സഹായിക്കുകയാണ്, നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, വിശുദ്ധിയിലേക്ക് വരണം. നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ച ആ ഈശോയുടെ ഓരോ വേദനയും നീ വിലക്കെടുക്കണം. ഈശോ നാണം കെടാൻ നീ അനുവദിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം അവൻ ഏറ്റെടുത്തു. നിന്റെ കാൽവരികൾ, നിന്റെ ഒറ്റുകൊടുക്കലിൻ്റെ രാത്രികൾ, ഉറക്കമില്ലാത്ത നിന്റെ രാത്രികൾ, പ്രതീക്ഷയില്ലാത്ത നിന്റെ പകലുകൾ എല്ലാം ഈശോ ഏറ്റെടുത്തുണ്ട്. കുരിശിൽ അവൻ ആ 3 ആണികളിൽ തൂങ്ങിയെന്നതല്ല, അവനവിടെ തൂങ്ങി നിന്നത് നിന്നോടുള്ള സ്നേഹത്താലാണ്. അവനെ ആ കാൽവരിയിലെ കുരിശിൽ ആണികളിൽ ചേർത്ത് നിർത്തിയത് 3 ആണികളല്ല, നിന്നോടുള്ള സ്നേഹമാണ്. എന്നോടും നിന്നോടും ഈശോയ്ക്ക് അളക്കാനാവാത്ത, നിർത്താനാവാത്ത ഒരു സ്നേഹം. പാപികളാണ് നമ്മൾ, എന്നിട്ടും അവൻ വീണ്ടും വീണ്ടും സ്നേഹിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അടയാളമാണ് ഇപ്പോൾ ഈ അൾത്താരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ട് അവൻ കൂടെ നിൽക്കുകയാണ്. വേദനകൾ ഏറ്റെടുത്ത് നിന്റെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം അടച്ചു വെച്ച് നിന്റെ മുമ്പിൽ മഹിമയുടെ ദിവസങ്ങൾ തുറക്കാൻ കർത്താവ് തയ്യാറായി നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ഏറ്റെടുക്കുകയാണ്. അവൻ സങ്കടങ്ങൾ, വേദനകളെല്ലാം ഏറ്റെടുക്കുകയാണ്. സങ്കീർത്തനം 10:14 നമ്മൾ വായിക്കുന്നില്ലേ, എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ ക്ലേശങ്ങളും അവൻ കാണുന്നുണ്ട്, അവൻ അതെല്ലാം ഏറ്റെടുക്കും. 2 കരങ്ങൾ വന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാമോ? എന്തോരം സങ്കടങ്ങൾ നമുക്കുണ്ടാകും. ആ സങ്കടങ്ങളെക്കാൾ അപ്പുറമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ ഇന്ന് കൊടുക്കേണ്ടത് ഈ ആരാധനയുടെ വേളയിൽ നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ കുറവുകളാണ്. ഈശോയ്ക്കുണ്ടായി സങ്കടങ്ങൾ, പക്ഷേ ഈശോ സങ്കടപ്പെട്ടതെല്ലാം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടായിരുന്നു. ആ ഈശോയുടെ സങ്കടത്തിന് ആക്കം കൂട്ടിയത് നമ്മൾ ആവർത്തിച്ച് ചെയ്ത പാപങ്ങളാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടാം. നീട്ടിപ്പിടിച്ച കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുഴുക്കുത്തുകളെ, പാപത്തിൻ്റെ ആ മേഖലകളെല്ലാം ഈശോ കൊടുക്കാം. ഏതെങ്കിലും ദുശ്ശീലങ്ങളുടെ പിടിയിലാണെങ്കിൽ അതെല്ലാം ഈശോ കൊടുക്കുക. അവൻ സുഖപ്പെടുത്തും. കാൽവരിയിലൂടെ ഒഴുകിയിറങ്ങിയ അവൻ്റെ തിരുരക്തം, അവൻ്റെ തിരുവലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തം നിന്നെ ശിരസ്സ് മുതൽ ഉള്ളങ്കാൽ വരെ കഴുകും. കർത്താവ് ഒരു വിശുദ്ധി നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് തരികയാണ്. നമുക്ക് പാടി പ്രാർത്ഥിക്കണം ഈ സമയത്ത്. തിരുവലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തുള്ളികളാൽ കർത്താവെ എന്നെ കഴുകണം. കാൽവരിയിലൂടെ ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുരക്തമേ എൻ്റെ ശരീരം മുഴുവനായി കഴുകണം, എൻ്റെ മനസ്സിനെ കഴുകണം, എൻ്റെ ആത്മാവിനെ കഴുകണം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയൊരു ശുദ്ധീകരണത്തിൻ്റെ കൃപ നമ്മിലേക്ക് നിറയാൻ ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹൃദയം തുറന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നുണ്ട് പൊന്നു കർത്താവേ. ഈശോയെ, ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ എൻ്റെ ശരീരത്തെ പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിക്കണമേ. പാപങ്ങളാൽ കലുഷിതമായ എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി
അങ്ങാകുന്ന പുതിയ ജീവൻ ധരിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, സങ്കടങ്ങൾ എനിക്കുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുന്നുണ്ട്. പൗലോസ്ലീഹ നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചെഴുതിയതുപോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ, കർത്താവേ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, തിന്മ ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന തിന്മ ഞാൻ ചെയ്തു പോകുന്നു. ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല. സങ്കടം നിറഞ്ഞു നിന്ന് ഒരു പച്ച മനുഷ്യനെ പോലെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇത് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഉള്ളിലെ പാപമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുമ്പസാരം ഈ ആരാധനയുടെ സമയത്ത് നടക്കട്ടെ. ഈശോട് പറ, എൻ്റെ ഉള്ളിൽ പാപമാണ്, ഞാനൊരു പാപിയാണ്, എനിക്ക് കുറവുകളുണ്ട് ഈശോ, ഞാനൊരു പാപിയാണ്, നിന്റെ അടുത്ത് നിൽക്കാനോ നിന്നെ ആരാധിക്കാനോ യോഗ്യത എനിക്കില്ല, കുട്ടും പാപിയാണ് ഈശോയെ. ആർക്കും അറിയത്തില്ലാത്ത ഒത്തിരി പാപങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, കുറവുകൾ എനിക്കുണ്ട്. ഞാൻ നിന്റെ നേരെ കരങ്ങൾ വീട്ടിപ്പിടിച്ചാലും ഞാൻ നിന്നെ ആരാധിച്ചാലും എൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ യുദ്ധം എനിക്കറിയാം. നന്മയും തിന്മയും തമ്മിലുള്ളൊരു യുദ്ധം. ആ നന്മ തോൽക്കാൻ ഞാൻ അനുവദിക്കുന്നു, തിന്മ ജയിക്കാൻ ഞാൻ അനുവദിക്കുന്നു. ഈശോയെ, എൻ്റെ ഈ കുറവിനെ നീ ഒന്ന് കാണണമേ, പാപിയായ എൻ്റെ മേൽ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു. നമ്മുടെ ഈ പാപജീവിതം, നമ്മുടെ കുറവുകൾ കർത്താവിന് സൗഖ്യപ്പെടുത്താൻ പറ്റും. കർത്താവേ, കാൽവരിയിലൂടെ ഒഴുകിയിറങ്ങിയ ആ തിരുരക്തമേ, എൻ്റെ ശരീരത്തെയും എൻ്റെ ചിന്തകളെയും കഴുകണമേ. എൻ്റെ മനസ്സിലെ, എൻ്റെ ഓർമ്മകളിലെ പാപത്തിൻ്റെ ഓർമ്മകളെല്ലാം, ആ അനുഭവങ്ങളെല്ലാം, ആ സാഹചര്യങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ ഞാൻ വീണു പോകാതെ തിരിച്ചു കയറി പോരാൻ ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, ഓ ഈശോ കരുണയായിരിക്കണമേ, ഈശോയെ ഞങ്ങളിൽ കരുണയായിരിക്കണമേ, കരുണാമയ, ഓ ഈശോ കനിയേണമേ, കനിയണമേ കർത്താവേ, ദൈവപിതാവേ കനിയേണമേ, മാപ്പ് നൽകണമേ, കരുണയായിരിക്കണമേ, യേശുവേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മുടെ മേലേക്ക് ചൊരിയപ്പെടുകയാണ്. അവിടുന്ന് നമ്മളെ ആശീർവദിക്കുന്ന ഈ സമയം നമ്മുടെ പാപജീവിതം, നമ്മുടെ കുറവുകളെല്ലാം ഈശോ കൊടുക്കാം. നല്ലൊരു തീരുമാനം നമുക്ക് എടുക്കാം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്. പോയി ഒന്ന് കുമ്പസാരിക്കാം. ഈശോയുടെ സന്നിധിയിൽ എല്ലാം ഒന്ന് ഏറ്റുപറയാം. തെറ്റുപറ്റിപ്പോയെന്ന് ഈശോട് പറഞ്ഞ് മാപ്പപേക്ഷിക്കാം. നമുക്ക് തിരിച്ചു കയറിപ്പോരാം. തിരിച്ചു കയറിപ്പോരാൻ പറ്റാത്ത വിധം ആരും വീണു പോയിട്ടില്ല. മാനസാന്തരപ്പെടാൻ പറ്റാത്ത വിധം ആരും അത്ര കഠിനമായ കുഴികളിലേക്ക് വീണു പോയിട്ടില്ല. അങ്ങനെ ഒരു കുഴിയിലേക്ക് നീ വീണു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ചുയർത്താൻ കരം നീട്ടി ഈശോ ഇതാ നിന്റെ മുമ്പിലുണ്ട്. കരങ്ങൾ കുപ്പിപ്പിടിക്കാം, ഈശോയെ നോക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപ നമുക്ക് സ്വീകരിക്കാം. മാനസാന്തരത്തിൻ്റെ ഒരു വാതിൽ നമുക്ക് തുറന്നു കിട്ടണം. കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കണം. കർത്താവിൻ്റെ കൃപ ഒരളവും കുറയാതെ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്കൊക്കെ നിറയണം. മാനസാന്തരം നമ്മുടെ ഇടയിൽ സംഭവിക്കണം. പരിശുദ്ധമ്മയുടെ പ്രത്യേക ഒരു പ്രാർത്ഥന നമുക്കൊപ്പം അതിനുവേണ്ടി ഉണ്ട്. അമ്മ നടന്ന വിശുദ്ധിയുടെ പാത നമ്മുടെ മുമ്പിൽ വെളിച്ചമായിട്ടുണ്ട്. ആ പാതയിലൂടെ അമ്മ നമ്മളെ ഈശോയിലേക്ക് നയിക്കുകയാണ്. കർത്താവെ, ആ വഴിയിലെത്താൻ, ആ വെളിച്ചം തിരിച്ചറിയാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരു പാപം പോലും ചെയ്ത് നിന്നെ വേദനിപ്പിക്കാതിരിക്കാൻ കർത്താവെ കൃപ നീ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ച് വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാ
കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ. ജപമണികളിലൂടെ 4-ാം ദിവസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിച്ചു, ഈശോയെ നമ്മൾ ആരാധിച്ചു. നമുക്ക് ചെയ്യാനുള്ള ഒരു വലിയ പുണ്യപ്രവൃത്തി ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയുടെ അടുത്തേക്കൊന്ന് ചെല്ലണം, കുമ്പസാരക്കൂടിനെ സമീപിക്കണം. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയെപ്പോലെ പരിശുദ്ധിയിലേക്ക് ഒരു യാത്ര നമുക്ക് നടത്തേണ്ടതുണ്ട്. ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കാൻ, ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരു ഇടം നേടാൻ കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെടുക സാധിക്കുന്ന എല്ലാവരും തന്നെ ഈ ദിവസം ഈ പുണ്യപ്രവൃത്തി ചെയ്യണം. ഒന്ന് കുമ്പസാരിക്കണം, വിശുദ്ധിയിൽ വളരണം. കർത്താവിൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഒരു ഇടമുണ്ട്. അത് അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തി തരികയാണ്. പ്രാർത്ഥനയോടെ ഈ യാത്ര നമുക്ക് മുന്നോട്ട് നടക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ, താങ്ങായെത്തുന്നോരമ്മ. അമ്മേ എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ.